എല്ലാവർക്കും PRS കിച്ചന്റെ ദീപാവലി ദിന ആശംസകൾ. നമുക്കിന്ന് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ് ആയ കാജു ബർഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര, നെയ്യ് ഇതെല്ലാം ആവശ്യമുണ്ട്. ഇനി ഇതിൻ്റെ അളവൊക്കെ പറയുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പ് നമുക്ക് ഒരു 1/4 കപ്പ് ആവശ്യമാണ്. അതുപോലെ കപ്പലണ്ടി 1/4 കപ്പ്, ഏലക്ക പൊടിച്ചത് 1 സ്പൂൺ, പഞ്ചസാര 1/4 കപ്പ്, നെയ്യ് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ അണ്ടിപ്പരിപ്പും അതുപോലെ കശുവണ്ടിയും ഒന്ന് പൊടിച്ചെടുക്കണം. അതായത് നന്നായി ഫൈനായിട്ട് പൊടിഞ്ഞിരിക്കണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. ഞാനിതങ്ങനെ ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും അങ്ങനെ പൊടിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരിക്കണം. ഈ തരികളൊന്നും പാടില്ല. അതിന് വേണ്ടി ഞാനൊന്ന് അരിക്കുകയാണ്. അണ്ടിപ്പരിപ്പായാലും കപ്പലണ്ടി ആയാലും ഇതുപോലെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഞാനിത് അറിയാത്തവർക്കാണ് പറയുന്നത്. അറിയണവർ എന്നോട് ദയവായി ക്ഷമിക്കണം. അതായത് നമ്മൾ ഒരുപാട് അരയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് കുഴഞ്ഞു പോവും. അതായത് ഞാൻ സാധാരണ അതിനെ ചെയ്യാന്ന് വെച്ചാൽ അത് ചെറിയ ജാറിലിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഓഫ് ചെയ്യും, പിന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ അടിച്ച് നിർത്തി അങ്ങനെയായിട്ട് ചെയ്യണം. നമ്മൾ ഒരേ സ്പീഡിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിയണതിന് പകരം അരഞ്ഞ് അതൊരു കുഴമ്പ് രൂപത്തിലാവും. കണ്ടു, ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലാവും നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ നമുക്കിതിലേക്ക് പറ്റില്ല. നമുക്ക് ഈ പൊടിയാണ് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ അറിയാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് കണ്ടിന്യൂവേഷനായിട്ട് അരയ്ക്കാതെ ജസ്റ്റ് ഒന്ന് അടിച്ച് നിർത്തി അങ്ങനെ പലവട്ടമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇതുപോലെ പൊടിഞ്ഞു കിട്ടും. അപ്പം നമുക്കിതിൽ തരികളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഇത് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് പഞ്ചസാര, അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് കത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഫുൾ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സിമ്മിലായിട്ട് ചെയ്യാം. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് അലിയണം. അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. പക്ഷെ പഞ്ചസാര അലിഞ്ഞാൽ മാത്രം നമുക്ക് പോരാ. ഇതൊരു നൂൽപ്പരുവായി നമുക്ക് എടുക്കണം. അതായത് കുറച്ച് നേരം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതൊന്ന് തൊട്ട് നോക്കി കഴിയുമ്പോൾ നമ്മുടെ കയ്യും ഇങ്ങനെ നൂല് പോലെ വലിയുകയാണെങ്കിൽ അത് നൂൽപ്പരുവായി നമുക്ക് അറിയാൻ പറ്റും. അന്നേരം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇനി ഈ സമയത്ത് നമുക്ക് തീയൊന്ന് കുറച്ചിടണം. അതായത് തീ കൂടാൻ പാടില്ല. അപ്പോൾ ആ നൂൽപ്പരുവം പെട്ടെന്ന് തന്നെ മാറും. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയോന്ന് നോക്കാം. പക്ഷെ ഇതിപ്പോൾ ആയിട്ടില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ആവും. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നൂൽപ്പരിപ്പെന്ന് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതെടുത്തിട്ട് ഒരു വിരലുമ്മ തൊട്ടതിന് ശേഷം ഇങ്ങനെ മറ്റേ വിരലുമ്മയ്ക്ക് അമർത്തി വിടുന്ന സമയത്ത് അതിങ്ങനെ നൂല് പോലെ നിൽക്കും. അന്നേരം നമുക്കറിയാൻ പറ്റും ഇത് നൂൽപ്പരിവായി എന്നുള്ളത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇനി അധികം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ഇട്ടിട്ട് ഇതാക്കേണ്ടതുണ്ടെങ്കിലും ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്താൽ മതി. നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. പെട്ടെന്ന് തന്നെ അതിന് വ്യത്യാസം വരും. അതുകൊണ്ട് ഞാൻ ഈ നേരത്തെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അതിനുശേഷം ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടെ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് ഒറ്റയടിക്ക് ഇടാതെ 1-2 വട്ടമായിട്ട് നമുക്ക് അതിലിട്ട് ഇളക്കി മിക്സ് ചെയ്യാം.
ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇത് കറക്റ്റാവും. അതായത് ഒരു ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് മതിയാവും. ഇത് കണ്ടു കുറുതായി വന്നു തുടങ്ങി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യാം. അതായത് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചതാണ്. നമുക്ക് ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മതി. ഇത് പഞ്ചസാര കൂടെ പൊടിച്ചത് കൊണ്ട് ഞാൻ 1 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇത് നമ്മളെപ്പോഴും അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പക്ഷെ നമുക്കത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് നമുക്ക് ഇളക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് നെയ്യ് സ്വല്പം ആഡ് ചെയ്യാം. ഞാൻ 1 സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നെയ്യിന് എത്ര വേണമെന്നും ഇതില്ല, നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതിൽ നെയ്യിനല്ല, അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റാണ് ഇതിന് ഇതായിട്ട് നിൽക്കുക. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഒരു നെയ്യും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ വന്ന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും നിമിഷത്തിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് വരും. കൊണ്ട് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അറിയാം. നമ്മൾ പേടയൊക്കെ ഉണ്ടാക്കുമ്പോൾ പേടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പേടയ്ക്ക് നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ പേട പറയണത് നവരാത്രി സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. ഇത് ദീപാവലി സ്പെഷ്യലാണ്, കാജു ബർഫി. ഇതിനും നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് പേട ചെയ്യുമ്പോൾ പോലെ നമുക്ക് ആ കയ്യിലുമ്പോൾ കൂടെ തന്നെ ഇതിങ്ങനെ പോരണൊരു ടെൻഡൻസി, അതായത് നമുക്ക് അധികം ഇളക്കാൻ പറ്റില്ല. നമ്മൾ ലാസ്റ്റ് അങ്ങനെ അതാവുമ്പോൾ നമുക്ക് ഇളക്കാൻ പറ്റാതെ കയ്യിൽ കൂടെ പോരണൊരു ഇത് വരുമ്പോൾ നമുക്കറിയാം ഇത് കറക്റ്റായിട്ടുണ്ട് എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഇപ്പോൾ ഏറ്റവും സ്ലോവിലാണ് ഇടേണ്ടത്, ഒരിക്കലും കൂട്ടരുത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് അടുപ്പുമ്പോൾ തന്നെ വെക്കണം, ഇറക്കരുത്. അതിനുശേഷം നമുക്ക് ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് നമുക്ക് പരത്തി കട്ട് ചെയ്യേണ്ടതാണ്. ഇത് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉറയ്ക്കും. പിന്നെ നമുക്ക് വിചാരിച്ച പോലെ കട്ട് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആയിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് ഉടനെ തന്നെ നമ്മളൊരു ബട്ടർ പേപ്പറിൽ സ്വല്പം നെയ്യ് തടവി അതിലേക്ക് ഇത് കൊട്ടിയതിന് ശേഷം അതിൻ്റെ മേലെ വേറൊരു ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ കണ്ടു, ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇളക്കാനൊന്നും പറ്റണില്ല. ഇനി ഞാനിത് ഓഫ് ചെയ്യാണ്. അതിനുശേഷം ഞാനിവിടെ പറഞ്ഞ പോലെ ബട്ടർ പേപ്പറിൽ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇത് ആഡ് ചെയ്യാണ്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് മറ്റൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രമോ ബൗളോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്കത് പരത്തിയെടുക്കാൻ പറ്റും. പരത്തിയതിന് ശേഷം വേണം നമ്മൾ ഇത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് കയ്യിൽ വെച്ചൊന്നും ഒരിക്കലും ഇത് പരത്താൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ച്, ഞാൻ ഒരു ബൗൾ വെച്ചാണ് ഇത് പരത്തണത്. പരത്തി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വലിപ്പം കുറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാൻ ഒന്നും കൂടെ ഇത് ഒന്ന് പരത്തി വലുതാക്കുകയാണ്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിത് ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യണത്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ 2 സൈഡും അരിഞ്ഞു കളഞ്ഞ് ഏകദേശം ഒരു സ്ക്വയർ രൂപത്തിൽ ആക്കണം. അതിനുശേഷം ഇത് ചെരിച്ച് നമുക്ക് ഏകദേശം ഒരേ അളവ് വരുന്ന രീതിയിൽ ചെരിച്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. ശേഷം നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം.
റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെറ്റ് ചെയ്യാം. കണ്ടു, ഞാനിങ്ങനെ ഈ ഷേപ്പിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കാം. ഇനി ഞാൻ അടുത്തതും ഇതേപോലെ ചെയ്യാണ്. അങ്ങനെ കാജു കട്ട്ലി സെറ്റ് ചെയ്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു വിളക്കൊക്കെ കത്തിച്ചു വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കാജു ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദീപാവലി ദിന ആശംസകൾ. നന്ദി, നമസ്കാരം.